മോർണിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. ഇതൊരു ബർത്ത്ഡേ വ്ളോഗാണ്. നിങ്ങൾ ഇതിൽ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ വീഡിയോയിലിട്ട് സ്വാഗതം. അതേ കണക്ക് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഫസ്റ്റ് തന്നെ ഞാൻ പറയണേ, ഇത് ലാസ്റ്റാണ് പറയാനുള്ളത്. പക്ഷേ നിങ്ങൾ ലാസ്റ്റ് വരെ ഒന്നും ഇരിക്കില്ലായിരിക്കണം. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എൻ്റെ ബർത്ത്ഡേ വ്ളോഗിലോട്ട് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഇന്നത്തെ ഡേറ്റ് വന്നിട്ട് ഓഗസ്റ്റ് 1. ഇന്നാണ് ആ ദിവസം, ഞാൻ ജനിച്ച ദിവസം. ഇന്ന് വയസ്സ് പറഞ്ഞുകൂടാ എന്നുള്ളതുകൊണ്ട് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ വയസ്സ് പറയുന്നുണ്ട്. അതിന് ക്ലിപ്പ് ഇടയ്ക്ക് കയറ്റുന്നതാണ്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇന്ന് ഓഗസ്റ്റ് 1, 2025 ഒരു 6:10 ആയി കാണും. ഞാൻ ഇവിടെ ഈ നമ്മുടെ റിസപ്ഷനിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇവിടെ എനിക്ക് കമ്പനിയായിട്ട് ഈ പട്ടി സാറ് മാത്രമേ ഉള്ളൂ. ഈ റിസപ്ഷനിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഏറെക്കുറെ ഒരു 1/2 മണിക്കൂറായി. നമ്മൾ വിഷ്ണുവിനെ കാത്തിരിക്കുകയാണ്. ബർത്ത്ഡേ പ്രമാണിച്ച് ഞാൻ ഇവിടെ ഒരു അയ്യപ്പ ക്ഷേത്രം കണ്ടുപിടിച്ച് അവിടെ പോകാനുള്ള ഒരു ഇതിൽ ഇരിക്കുകയാണ്. തുടക്കം തന്നെ നല്ലതായിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചുകൊണ്ട് ഒരു ക്ഷേത്രത്തിലൊക്കെ പോയി തൊഴുത് കുറിയൊക്കെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളൊരു വൈബിലിരിക്കുകയാണ്. പക്ഷേ രാവിലെ തന്നെ ബർത്ത്ഡേ ദിവസം രാവിലെ തന്നെ കട്ട പോസ്റ്റാണ് ഗൈസ്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷ്ണു ഇതുവരെയായിട്ടും വന്നിട്ടില്ല. വിഷ്ണു എനിക്കിവിടെ പട്ടി പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പട്ടി ഞാനും മാത്രമേ ഉള്ളൂ ഇവിടെ. കുറേ നേരം ഞാൻ ഇവിടെ വന്ന് ഒരു 5-5:45 ഞാൻ വന്നതാണ്. അപ്പോൾ ഇതുവരെയായിട്ടും വന്നില്ല. പിന്നെ അവൻ ഡ്രസ്സ് മാറണോണ്ടാണ് എൻ്റെ റൂമിൽ പോകാത്തത്. എൻ്റെ റൂമിൽ ഞാൻ റൂമിൽ പോയി പക്ഷേ ക്യാമറയൊന്നും എടുത്തില്ല. കാര്യം എന്ന് വെച്ചാൽ അവന്മാർ കിടന്നുറങ്ങിയും കാര്യങ്ങളൊക്കെ ചെയ്യുവാണ്. അവ ഡ്രസ്സ് പോലും മാറിയില്ല. കാര്യം അവിടെ വെള്ളമില്ല. എന്തായാലും വിഷ്ണു വന്നിട്ട് എനിക്ക് കറക്റ്റ് ടൈമിൽ 8 മണിക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോയി പഞ്ചിങ് ചെയ്യണം. എത്ര മണിക്ക് എത്തുമെന്ന് അറിഞ്ഞൂടാ. എന്തായാലും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ബർത്ത്ഡേ വ്ളോഗിലോട്ട് സ്വാഗതം. എന്തായാലും നമുക്ക് വിഷ്ണു വന്നിട്ട് കാണാം. അപ്പോൾ ബൈ. അങ്ങനെ ഏറെക്കുറെ 1 മണിക്കൂർ പട്ടി പോസ്റ്റ് ചെയ്തിട്ട് ഇതെല്ലാം വന്നിട്ടുണ്ട്. എവിടെയാണ് നീ ഇത്ര താമസിച്ചത്? എന്തി ഞാൻ ലൊക്കേഷൻ വാട്സപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് എന്തോരം ഉണ്ട്? ഇവിടെ 12-13 അത്ര. അപ്പൊ നമ്മള് ആ ക്ഷേത്രത്തിലോട്ട് വേണം. വിഷ്ണു ക്യാബ് ബുക്ക് ചെയ്തോണ്ടിരിക്കുന്നത്. ബൈ ഞാൻ പറഞ്ഞത് കണക്ക് ഇവിടെ 2 ദിവസം കൊണ്ട് ഭയങ്കര മഴയാണ്. ഭയങ്കര മഴയെന്ന് വെച്ചാൽ ശല്യം പിടിച്ച മഴയാണ്. അത് കാരണം കണ്ട റോഡ് മഴയൊന്നും കുഴപ്പമില്ല. പക്ഷെ ഇതാണ് ഇവിടുത്തെ വിഷയം. ഭയങ്കര കഷ്ടപ്പാടാണ്. സ്മെല്ലും വൃത്തികേടും. വെരിങ്ങാന്ന് ഞാൻ ഇങ്ങോട്ട് വരാൻ നേരത്ത് എൻ്റെ ഷൂ മൊത്തത്തിൽ തൊലഞ്ഞ് ഞാൻ ഇത് ചന്ദ്രുവിന്റെ റോക്സ് അടിച്ച് മാറ്റിക്കൊണ്ടാണ് വന്നത്. ഇത് തിരിച്ചു കൊണ്ടുകൊടുത്തില്ലെങ്കിൽ അവ എന്നെ കൊല്ലും. ഇങ്ങനെ നമ്മൾ ഡെയിലി ഹോസ്പിറ്റലിൽ ഇങ്ങനെ എന്താണ് കഷ്ടപ്പെട്ട് ചാടി മറിഞ്ഞൊക്കെയാണ് പോണ. നേരെ നോക്കിയിലേക്ക് തറയുള്ളൂ. എന്താടാ ക്യാബ് വന്നാ? ബുക്ക് ചെയ്യുന്നു. ഊബറിൽ റേറ്റ് കുറവായിരുന്നു. ഊബർ എനിക്ക് വർക്കാവൂല. എൻ്റെ ഫൈൻ കിടക്കും. എത്ര രൂപ? 80 രൂപ. എന്തിനാ ചെയ്തിട്ടാ നിനക്ക് 80 രൂപ ഫൈൻ? അത് എക്സാമിന് ബുക്ക് ചെയ്താ ഞാനും അജിത്തും. എന്നിട്ട് വണ്ടി വന്നപ്പോ ക്യാൻസൽ ചെയ്ത് വിട്ടു. അജിത്തിന്റെ കിട്ടി, എന്റെയും കിട്ടി. അപ്പൊ ആരുടെയാണ് ആദ്യം പറഞ്ഞ അതിൽ കയറിപ്പോന്ന് ഇടുക്കി. ഞാൻ ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞു. എന്തായാലും പാവപ്പെട്ടവനെ ബുദ്ധിമുട്ടിച്ച്. മണ്ടേല് മറ്റേ സംഭവം കൂടെ അടിക്കണം. സെക്ടർ 21 അല്ല, അതല്ല, മറ്റേ മെയിൻ സ്ഥലത്തിന്റെ മെയിനും കൂടെ അടിക്കണം, പേരും കൂടെ അടിക്കണം. അയ്യപ്പ ടെമ്പിൾ എന്നുള്ള സംഭവം ഉണ്ട്. ഇതൊന്നും കോപ്പി ചെയ്തടിയടാ. അയ്യപ്പ ടെമ്പിൾ 9.2 കിലോമീറ്റർ. അതെ. ഞാൻ ഒരു ഊബർ ഒരു പരിപാടിയാണ്. റാപ്പിഡോ ഒന്നും അധികം ഉപയോഗിക്കാറില്ല. എനിക്ക് കൊണ്ടുവരാ ഏതോ ഒരെണ്ണത്തിൽ എനിക്ക് ഇങ്ങനെ കയറാൻ പറ്റൂല. എന്താ വിഷ്ണു നിനക്ക് ഓയോടെ ഇടക്ക് പറഞ്ഞു? ആടല്ലേടാ, ആട് പറഞ്ഞിട്ട് എന്താണ്? നിന്നെ എത്ര മണിക്കടാ ഞാൻ വിളിക്കാൻ തുടങ്ങിയ? എത്ര? എന്നിട്ട് നീ എത്ര മണിക്ക് ഉറക്കം എണീച്ചേ? നാട്ടുകാർക്ക് നിനക്ക് പരിചയമുള്ള ആളാണല്ലോ.
ഞാൻ ഡോക്ടറെ കണ്ടിട്ടുണ്ട്. ഈ വണ്ടി ഇനിയിപ്പം വരുന്നുണ്ട്. ഡോക്ടറോ ഡോക്ടറാണോ ഫാർമസിസ്റ്റ് ആണോ അറിഞ്ഞൂടാ. ഡോക്ടർ അവർക്ക് സെപ്പറേറ്റ് റൂം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓട്ടോനെ ബുക്ക് ചെയ്തോ? അറിയില്ലടാ പട്ടി. ബുക്കായില്ല. അടുത്ത് ഇനി ഓട്ടോക്കാരന്റെ പോസ്റ്റാണ് ഗൈസ്. കൂടി നോക്കാം. എന്തായാലും ക്യാബ് ബുക്കായി. വണ്ടി വരുമ്പോ നമ്മൾ വരാം. ഓക്കെ ബൈ. One eternity later. ഇവിടെ നമ്പർ നോക്കണം ആദ്യം, എന്നിട്ട് ഇവിടെ തന്നെ അങ്ങനെ നമ്മുടെ ഓട്ടോ ചേട്ടൻ വന്നിട്ടുണ്ട്. 36. അങ്ങനെ നമ്മൾ ഇവിടുത്തെ ക്ഷേത്രത്തിലോട്ട് എത്തിയിട്ടുണ്ട്. കാണാൻ ഒരു കിടില ക്ഷേത്രം കണ്ടു. അപ്പം ഇവിടെ ഭയങ്കര ചെറിയൊരു റോഡ് വന്നിട്ട് കയറുന്നതാണ്. ഇവിടെ മലയാളി അസോസിയേഷനാണ് ഇത്. വേണ്ട മലയാളം ഇത്ര നാളെയാണ് നമ്മൾ മലയാളം വിജയിച്ചേക്കണ കണ്ടിട്ട് ഇല്ലേ. അപ്പം അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വന്നിട്ട് കാണാൻ കഴിയും. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ പോയി കുറിയൊക്കെ തൊട്ട് ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. ഒരു കുറേ നാൾക്ക് ശേഷം ഒരു സമാധാനം കിട്ടിയാണ് കൊണ്ട്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലൊക്കെ ആണെങ്കിൽ അമ്പലത്തിൻ്റെ പരിസരത്ത്, ഞാൻ എൻ്റെ വീട് അമ്പലത്തിൻ്റെ അടുത്താണ്, അമ്പലത്തിൻ്റെ പരിസരത്തൊക്കെ പോയിരിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. പയ്യന്മാരോടൊക്കെ സ്പെൻഡ് ചെയ്യേ. അവിടെ ഇതേ കണക്ക് ഒരു എന്തുവാണ് അയ്യപ്പ ക്ഷേത്രമാണ്. ഇത് നിങ്ങൾ നോക്കി കിട്ടില്ല വൈബല്ലേ. നാട്ടിലൊരു ആർക്കിടെക്ചറിൽ ചെയ്തിരിക്കുന്നു. ബൈ ദ ബൈ ഈ അമ്പലം വന്നിട്ട് ഗുരുഗ്രാമിൽ, ഇത് എവിടെയാടാ? സെക്ടർ 21 ഉള്ള അയ്യപ്പ ക്ഷേത്രമാണ്. എൻ്റെ അകത്തിരിക്കുന്ന നമ്മുടെ അയ്യപ്പനാണ്, എന്തുവാണ് ധർമ്മശാസ്താവാണ്. അയ്യപ്പനുണ്ട്, മെയിൻ ശിവനുണ്ട്, എന്തുവാണ് മുരുകനുണ്ട്, നമ്മുടെ മെയിൻ ആള് ഗണപതിയുണ്ട്. എല്ലാവരെയും കണ്ട് പ്രാർത്ഥിച്ച്. പക്ഷെ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. ക്ഷേത്രത്തിലൊക്കെ വരുമ്പം കയ്യിൽ കാശെടുത്ത് വയ്ക്കണമല്ലോ. ഇപ്പം ഡിജിറ്റൽ വേൾഡ് ആയതുകൊണ്ട് ഞാനും ഇവനും കാശെടുത്ത് വെച്ചില്ല. എങ്ങനെയുണ്ട് വിഷ്ണു അമ്പലം? രാധേടി സമയമുണ്ട്, ടൈമുണ്ട്. തലശ്ശേരി വെച്ചാലും മതിയോ? തലശ്ശേരി പെട്ടെന്ന് വരും. അല്ല അതേ കണക്കെ ഞാൻ പറഞ്ഞില്ലേ, മഴയുടെ ആ ഒരു അപ്പം ഇത് എനിക്കൊരു നല്ല തുടക്കമാവട്ടെ. അടുത്ത എൻ്റെ ബർത്ത്ഡേ അടുത്ത വർഷം എത്ര വയസ്സാവും എനിക്ക്? എൻ്റെ 24 വയസ്സിൽ അറ്റ്ലീസ്റ്റ് ഒരു 50K എങ്കിലും ഫോളോവേഴ്സ് എനിക്ക് ഉണ്ടാവട്ടെ. ഒരു ചേച്ചി ഇതിനാണ് ആവശ്യമില്ലാത്തവരൊക്കെ എന്ന് ഞാൻ തന്നെ എന്നെ ചെയ്യണം. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ടു മീ. അപ്പം എന്തുവാണ് നമുക്ക് ഓട്ടോ ഇത്രയും നേരമായിട്ട് ഓട്ടോ വന്നില്ല. പുള്ളിക്കാരെ എന്തൊക്കെയോ ഏതൊരു ഗ്യാറ്റിലാണ്, ഒരു 5 മിനിറ്റ് എടുക്കുമെന്നൊക്കെ പറഞ്ഞ് നമുക്കറിയാന്നുള്ള ഹിന്ദിയിൽ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ദേ പറ്റി സാർ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്കിനി അങ്ങോട്ട് എന്താണെന്ന് ഇത്രയും ഞാൻ പ്രഡിക്റ്റബിളാണ്. ഇവർ വന്ന് കേക്ക് മുറിച്ചത് പ്രഡിക്റ്റബിൾ അല്ല. ഇത്രയും ഞാൻ പ്ലാൻഡ് ആയിരുന്നു എന്തൊക്കെ ചെയ്യണമെന്നുള്ളത്. ഇനി അങ്ങോട്ട് എന്തൊക്കെ സംഭവിക്കുമെന്നായിട്ട് എനിക്കറിയില്ല. അപ്പം ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണില്ല, ഈ ക്ലിപ്പ് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ എല്ലാവരും. നിങ്ങൾക്ക് ഈ ക്ഷേത്രത്തിനെ പറ്റി എന്ത് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യാം. ചോദിച്ചോക്കാണ് OTP भैया गाड़ी का नंबर 2420। हाँ 2420। गाड़ी खराब
വണ്ടി വന്നിരിക്കുകയാണ്. हाँ भैया वीडियो बना रहे. क्या भैया आपका हमारा हम तो हिंदी थोड़ा थोड़ा आती है भैया, तो पूरा समझ नहीं है. मैं बोल रहा लोगों को क्या वीडियो बना के करोगे? भैया भैया ब्लॉगिंग. मैं केरला का एक ब्लॉगर है, केरला से. हाँ इंग्लिश भैया पे हो तो बना लो तब भी अच्छा है. क्या भैया 4 भैया बर्तन गाड़ी में हो वीडियो बना लो तब भी अच्छा है. हमारा क्या बनाओगे ऑटो वालों का? नहीं भैया मैं बोला हमारा भैया आ गया हम घर जाने के लिए. വിഷ്ണു എൻ്റെ കുട്ടിയെ പറ്റി 2 വാക്ക് പറയടാ. അപ്പോൾ ഈ പുള്ളിക്കാരൻ ഭയങ്കര കമ്പനിയാണ്. ഭയ്യ आपका नाम? हाँ क्या भैया തിശുപാൽ. ഇത് നമ്മുടെ ഭയ്യ തിശുപാലാണ്. ഈ ലൈക്ക് ഫോർ ഹിം. ഇവിടെയുള്ള ചില ചേട്ടന്മാര് നമ്മുടെ അടുത്ത് ഭയങ്കര കമ്പനിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ലാംഗ്വേജ് ബാരിയർ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പുള്ളിക്ക് ചില ആൾക്കാർക്ക് ഓക്കെയാണ്, ചില ആൾക്കാരൊന്നും മിണ്ടും കാര്യങ്ങളൊന്നും. ഞാൻ പറഞ്ഞത് ഈ റോഡ് ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് വെള്ളമാണ്. ആ കിടക്കുന്നത് ഡിഫൻഡർ അല്ലേ ഇടാ കിടക്കുന്നുണ്ട്. പുള്ളിക്കാരൻ വീഡിയോ നിർത്താൻ പറയാം, പുള്ളിക്കാരൻ ചെയ്യാണ്. അപ്പോൾ എന്തുവാണ് നമ്മൾ ഇനിയിപ്പോൾ ഞാൻ നേരെ ഷിഫ്റ്റിനും കാര്യങ്ങളിലൊക്കെ കയറാൻ പോവുകയാണ്. പിന്നെ ഫുഡ് കഴിക്കാൻ നമ്മൾ പ്ലാൻ ചെയ്തു മസാല ദോശ. वीडियो बना दे वीडियो. हम तुमका वीडियो नहीं भैया, इसका वीडियो. अच्छा हमारा मत बना. हाँ ओके भैया. मेरा बड़ा भाई मेरे पे चिल्लाएगा बहुत. हाँ ओके भैया ओके भैया. मारेगा मेरे को बहुत. ओके ठीक है. मारता बहुत है वो. बड़ा भाई उठका तक नहीं खाने देता है मेरे को. हाँ ओके भैया ठीक है भैया. അപ്പോൾ ഓക്കെ വിഷ്ണു ഒരു ട്രിപ്പ് അടി, അല്ലെങ്കിൽ ഇവൻ്റെ ഞാൻ അടി വാങ്ങിച്ച് കൂട്ടും. ആ വിടല പിടിച്ച ഡ്രൈവർ നമ്മളെ മൊത്തത്തിൽ വഴി അടിച്ച്. ഇവിടെ എത്ര മണിക്കടാ നിനക്ക് കാണിച്ചത്? ഇതിൽ 40 30 സംതിങ്ങിനല്ലേ ആദ്യം കാണിച്ചത്. ആദ്യം 31 കാണിച്ച്, പിന്നെ 42 കാണിച്ച്. അങ്ങേർക്ക് വഴിയൊന്നും പറഞ്ഞുകൂടാണ്. തെണ്ടി ഡയലോഗ് അടിച്ച് വഴി അടിച്ച്. പിന്നെ ഇവൻ വഴി പറഞ്ഞു കൊടുത്ത് എങ്ങനെയാണ് നമ്മളെ മെതാന്തേരെ ഫ്രണ്ടിലെത്തി. സമയം വളരെ താമസിച്ചു പോയി. ഇനിയിപ്പോൾ ഓടി അവിടെ ചെന്ന് പഞ്ച് ചെയ്താലേ നടക്കും. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് വേണം. അപ്പോൾ ബൈ. അങ്ങനെ ഞാൻ എന്തുവാണ് ഡ്യൂട്ടിക്കൊക്കെ പോയിട്ട് വന്ന് ഇന്ന് ഭയങ്കര തിരക്കായിരുന്നു. ഞാൻ സാധാരണ 4:30 ഷിഫ്റ്റ് ചെയ്യും. ഞാൻ ഇവിടെ എത്തിയപ്പോൾ 5 മണിയായി. 5 മണിയായി. ഞാൻ ഇന്ന് ശരിക്കും പ്ലാൻ ചെയ്തിരുന്ന ഉത്തരവ് ഞാനും വട്ടവടയും കൂടെ ഉച്ചയ്ക്ക് ഇരുന്ന് പ്ലാൻ ചെയ്ത് നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് ഉത്തരഗുരുവായൂർ പോകാമെന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്ത്. പക്ഷേ ബൈ ദ ബൈ പാടിപ്പോയി ഗൈസ്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വന്നപ്പോൾ ലേറ്റായി. അത് കഴിഞ്ഞിട്ട് എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പോൾ അതൊക്കെ ഞാൻ നോക്കി ഞാൻ ഉറങ്ങിപ്പോയി. അതുകൊണ്ട് തന്നെ ഉത്തരഗുരുവായൂർ സ്വപ്നത്തിൽ ഞാൻ പോയി തിരിച്ച് വന്നു. പിന്നെ ഇപ്പം സമയം എത്ര മണിയായി? സമയം ഇപ്പോൾ 8:50. ഒരു 8:50 ഞാൻ ഒരു 8:45 ഞാൻ ഉറപ്പ് പിടിക്കുകയാണ്. ഒന്ന് മുഖമൊക്കെ കഴുകി ഫ്രഷ് ആയിട്ടാണ് ഇപ്പോൾ നിങ്ങളെ മുന്നേ വന്നിരിക്കുന്നത്. അപ്പോൾ എനിവേ എനിക്കിന്ന് ഒരുപാട് ബർത്ത്ഡേ വിഷസ് കിട്ടി. ഈ വിഷസ് കാണുന്നവരെല്ലാവരും ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണുമെന്ന് എനിക്കറിയാം. കാര്യം ഞാൻ എല്ലാവർക്കും ലിങ്ക് അയച്ചു കൊടുക്കും. അപ്പം എനിവേ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വിഷിങ് മീ. എല്ലാവർക്കും ശരിക്കും ഹൃദയം നിറഞ്ഞ താങ്ക് യു. അതേ കണക്ക് തന്നെ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതിനും ആൾക്കാർക്കും താങ്ക് യു സോ മച്ച്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതാണ് എനിക്ക് കിട്ടിയത്. ഒരു ഷർട്ട്, ഒരു പാൻറ്റ്, ഇതിൻ്റെ അകത്തൊരു ഷർട്ടും കൂടി ഉണ്ട്. ഇതായിരിക്കുന്നു അടുത്ത ഷർട്ട്. എനിക്ക് രണ്ടും എനിക്കിഷ്ടപ്പെട്ടു ഗൈസ്. എന്ന് വെച്ചാൽ ഈ 2 ഷർട്ടും ഇഷ്ടപ്പെട്ടു. ഈ പാൻറ്റ് ഞാൻ കുറേ നാളുകൊണ്ട് വാങ്ങിക്കണമെന്ന് ഇരുന്ന പാൻറ്റാണ്. അതെനിക്ക് മനസ്സറിഞ്ഞൊരാൾ തന്നതാണ്. അപ്പം എനിവേ സോ ഗ്ലാഡ് യു ടു വാച്ചിങ് മൈ വീഡിയോ. അപ്പം എവരി വൺ പ്ലീസ് ഡു ലൈക്ക്. നിങ്ങൾ ലൈക്ക് ചെയ്യുമെന്ന് എനിക്കറിയാം. ജസ്റ്റ് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് പരിചയമുള്ളവരെ കൊണ്ടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വ്ളോഗ് ഇവിടെ വെച്ച് നിർത്തുകയാണ്. കാർത്തിക് സൂര്യയൊക്കെ പിടിച്ച് വിളിക്കുന്നത്.